ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു സീ ഡ്രീം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ദുബായിലോട്ട് വന്നിട്ടുള്ള കുറച്ചധികം ജോബ് ഓഫേഴ്സിനെ പറ്റിയിട്ടും അർമേനിയ അസർബൈജാൻ ടൂറിസ്റ്റ് വിസ പാക്കേജിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ ദുബായിൽ നമ്മൾ ജോബ് ഓഫേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. ഇനി നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും, വേക്കൻസീസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും. ദുബായിൽ ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസീസ് കൂടുതലും ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻറ്റ് ആണ്. എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ദുബായിൽ വന്നിട്ടുള്ള ജോബ് ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിലെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുക. പിന്നെ ഇതേപോലുള്ള വേക്കൻസീസും അതേപോലെ യൂറോപ്യൻ കൺട്രീസിൻ്റെയും അതേപോലെ കാനഡയുടെയൊക്കെ വിസ ന്യൂസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലും കൂടെ ഈ ഒരു ന്യൂസും ജോബ് ഓഫേഴ്സൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. സീ ഡ്രീം കമ്മ്യൂണിറ്റി എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര്. സോ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ടെലഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. കറൻറ്റ്ലി ദുബായിലുള്ള ആൾക്കാർക്ക് ഇത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു വേക്കൻസി കാണുന്നുണ്ട്. ടെലിമാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ നെയിം അതേപോലെ ലൊക്കേഷൻ, സാലറി കാര്യങ്ങൾ കറക്റ്റ് അവർ കൊടുത്തിട്ടില്ല. പിന്നെ ജോബ് റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതൊരു ഇന്ത്യൻ കമ്പനിയാണെന്ന് തോന്നുന്നു. കാര്യം മലയാളം, തമിഴ്, കന്നഡ ഇങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏജ് വരുന്നത് 20 മുതൽ 35 വരെയാണ്. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ജാനുവരി 6 മുതൽ ജാനുവരി 19 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടെലി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഇത് മെയിൽസിനും ഫീമെയിൽസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സാലറി കൊടുത്തിട്ടുണ്ട് ഏകദേശം 1600 മുതൽ 2600 ദിറംസ് വരെയാണ്. പ്ലസ് ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 33,000 രൂപ മുതൽ ഏകദേശം ഒരു 54,000 രൂപ വരെ അറൗണ്ട്. പിന്നെ ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് ജാനുവരി 8 മുതൽ ജാനുവരി 11 വരെയാണ്. പിന്നെ ഇവിടെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും പറ്റും. പിന്നെ റിലേഷൻഷിപ്പ് ഓഫീസറാണ്. അപ്പോൾ അതെന്താണ് ജോബെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ്. സാലറി റേഞ്ച് ഏകദേശം 2,500 മുതൽ 3,500 ദിറംസ് വരെ സാലറി കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു സാലറിയാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 52,000 മുതൽ ഏകദേശം ഒരു 70,000 മുകളിൽ നമുക്ക് സാലറി ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ജോബ് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. റിലേഷൻഷിപ്പ് ഓഫീസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഫിക്സഡ് സാലറിയാണ്. പ്ലസ് ഇതിൻ്റെ കൂടെ കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വിസ മെഡിക്കൽ കമ്പനി തന്നെ എടുത്തു തരും. ബെനിഫിറ്റിൽ വരുന്ന കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ കഴിയണം. പിന്നെ ഇത് ജോബ് ഇൻ്റർവ്യൂ വരുന്നത് ഇന്ന്, അതായത് ജാനുവരി 7 മുതൽ ജാനുവരി 10 വരെ കേട്ടോ. പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ ഇൻ്റർവ്യൂ ലൊക്കേഷനും അതേപോലെ വാട്സപ്പ് നമ്പറൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഡെലിവറി ഡ്രൈവേഴ്സാണ്, ബൈക്ക് റൈഡേഴ്സാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു ജോബാണ്. വലിയ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല നമുക്ക് ദുബായിൽ തന്നെയാണ് ലൊക്കേഷനും വരുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ സാലറി ഉണ്ട്. ഏകദേശം 2,500 മുതൽ 3,000 ദിറംസ് വരെ സാലറി ഏൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 55,000 വരെ ഏൺ ചെയ്യാൻ പറ്റിയ കൂട്ടോ. 55,000 എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സാലറിയാണ്. 55,000 മുതൽ ഏകദേശം ഒരു 66, അതായത് ഒരു ദിറംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 22 രൂപ എങ്ങാനാണെന്ന് തോന്നുന്നു. പിന്നെ മന്ത്ലി നമുക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, 2 വർഷത്തെ എംപ്ലോയ്മെൻറ്റ് വിസ, UAE എംപ്ലോയ്മെൻറ്റ് വിസ കിട്ടും. അതുപോലെ തന്നെ 30 ഡേയ്സ് ആനുവൽ ലീവ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. നമുക്ക് ബൈക്ക് റൈഡേഴ്സ് ആകുമ്പോൾ എന്താ പറയുക, എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ UAE ലൈസൻസും മസ്റ്റായിട്ട് വേണം. ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് ജാനുവരി 6 മുതൽ ജാനുവരി 10 വരെ കേട്ടോ. പിന്നെ ടൈം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ ഒരു റിലേഷൻഷിപ്പ് ഓഫീസറുടെ ഒരു വേക്കൻസി കൂടെ വന്നിട്ടുണ്ട്. ടെലി സെയിൽസ് ഓഫീസറാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ആ ജോബിനെ പറ്റി വലിയൊരു പിടുത്തമില്ല. പിന്നെ ഈ ഒരു ജോബിൻ്റെ ലൊക്കേഷനും വരുന്നത് ദുബായിൽ തന്നെയാണ്. ഇതിൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഫിക്സഡ് സാലറിയാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണം. പിന്നെ ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് ജാനുവരി 8 ആണ്. നാളെ ഒരു ദിവസം മാത്രമേ ഇൻ്റർവ്യൂ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ.
അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇതേപോലെയുള്ള വേക്കൻസീസ് അതിന് വരുമ്പോൾ ടെലഗ്രാമിൽ കൊടുക്കും. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. സീ ഡ്രീം കമ്മ്യൂണിറ്റി എന്നാണ് പേര്. പിന്നെ വരുന്നത് അർമീനിയ അസർബൈജാൻ ടൂർ പാക്കേജസ് ആണ്. ആക്ച്വലി ഇത് ടൂർ പാക്കേജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്ക് ടൂർ പോയി വരിക എന്നുള്ളത് മാത്രമല്ല, ഇനിയിപ്പോൾ അവിടെ ജോലി നോക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഈ ഒരു പാക്കേജ് ചൂസ് ചെയ്യാൻ പറ്റും. അർമേനിയയിലും അസർബൈജാനിലും ഇന്നും ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് അർമേനിയയിലോട്ടാണ്. അപ്പോൾ അർമേനിയയിൽ ഇപ്പോൾ TRC കാർഡ് എടുക്കാനാണെങ്കിലും അതേപോലെ അവിടെ ജോബ് സെറ്റ് ചെയ്ത് തരാനാണെങ്കിലും പിന്നെ താമസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിലും അവർക്കൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നമ്മളിപ്പോൾ അങ്ങനെ പാക്കേജ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങൾ അർമേനിയയും അസർബൈജാനും വലിയ യൂറോപ്യൻ കൺട്രി എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അതായത് ഏകദേശം ഒരു 70-80 ആ റേഞ്ചിലൊക്കെ സാലറി കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അത്രത്തോളം ഒരിക്കലും നമുക്ക് അർമേനിയയിലും അസർബൈജാനും ഏൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഗൾഫിൽ പോകുന്ന പോലെയാണെങ്കിൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഏകദേശം ഒരു യൂറോപ്യൻ ക്ലൈമറ്റിൽ നമുക്ക് ഗൾഫിൽ ചെയ്യുന്ന സെയിം ജോബ് അർമേനിയയിലും അസർബൈജാനിലും ചെയ്യാൻ പറ്റും. ശമ്പളത്തിൽ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ഈ പറയുന്ന അർമേനിയനും അസർബൈജാനിനും ഏൺ ചെയ്യാൻ പറ്റും. വിസയുടെ കേസ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അർമേനിയ ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 10 വർക്കിംഗ് ഡേയ്സോളം എടുക്കുന്നുണ്ട്, 10-15 വർക്കിംഗ് ഡേയ്സോളൊക്കെ എടുക്കുന്നുണ്ട്. അസർബൈജാൻ ആണെങ്കിൽ പക്ക ചീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഫ്ലൈറ്റ് ടിക്കറ്റ്സും വിസയും കൂടെ ചെറിയ എന്തോ ഒരു എമൗണ്ടും കൂടെ വരുന്നുള്ളൂ. അർമേനിയയുടെ കേസും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ കേസിൽ നമ്മൾ പിന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ടി വരും. ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് അർമേനിയയിലോട്ട് ബോർഡിംഗ് പാസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ടി വരും. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ദുബായ് ടച്ച് ചെയ്തിട്ട് ദുബായിൽ നിന്ന് കണക്ട് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ എന്ന് വെച്ചാൽ വിസർവേസ് പോസിബിൾ ആയിരുന്നു. ഇപ്പോഴത്തെ കേസിൽ ഇന്ത്യക്കാർക്ക് വിസർവേസ് പോസിബിൾ അല്ല കേട്ടോ. അർമേനിയക്കും അസർബൈജാനിലോട്ടും കസാക്കിസ്ഥാനിലോട്ടൊന്നും. കാര്യം വിസർവേസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് UAE സിറ്റിസന് വേണ്ടി മാത്രമാണ്. ഇപ്പോഴത്തെ കേസിൽ പുതിയ റൂളാണ്. റീസെൻ്റ്ലി നമ്മുടെ ഒരു ക്ലയൻറ്റിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ നിങ്ങൾ അർമേനിയയും അസർബൈജാനും ടൂറിസ്റ്റ് വിസ നോക്കുന്നവരുണ്ടെങ്കിലും അവർക്കും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. നോർമലായിട്ട് നമ്മൾ ദുബായ് വിസ എടുക്കുന്ന പോലെ തന്നെയാണ് അർമേനിയയും അസർബൈജാനും ടൂറിസ്റ്റ് വിസ എടുക്കുന്നതും. ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ടും ഫോട്ടോയും മാത്രം മതി, സിമ്പിളായിട്ട് നമുക്ക് വിസ കിട്ടും. നാട്ടിൽ നിന്ന് നമ്മൾ അർമേനിയ വിസ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്നല്ല ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, നമ്മൾ അർമേനിയയിൽ തന്നെയാണ് വിസ എടുക്കുന്നത്.